മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ അപ്പസ്തോല പ്രവർത്തനം 4:12 നമുക്ക് ധ്യാനിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 12. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആർച്ച് ബിഷപ്പ് ഫുട്ടൻ ഡേഷീൻ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ അതിരൂപതയിലുള്ള സെയിന്റ് എഡ്മണ്ട് കോളേജിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുവാൻ നിയുക്തനായി. വൈദിക വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നത്. വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഫാദർ ഷീൻ എന്ന് വിളിച്ചു. ഒരു ദിവസം അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടി വന്നത് ക്രിസ്തുവിന്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും എന്ന വിഷയത്തെക്കുറിച്ച്, ഈശോയുടെ പ്രവൃത്തികളിൽ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുമായിരുന്നു. പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തതാണ് ഈ വിഷയം, എങ്കിലും പഠിപ്പിക്കണമല്ലോ. വളരെയേറെ ഒതുങ്ങി അദ്ദേഹം വിഷയം ക്ലാസ്സിൽ അവതരിപ്പിച്ചു. ക്ലാസ് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു: ഫാദർ ഷീൻ എത്ര സമർത്ഥനായ ഒരു പ്രൊഫസറാണ്, എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ആ വിഷയം നമുക്ക് പകർന്ന് നൽകുന്നത്. തന്റെ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിഞ്ഞ ഫാദർ ഷീന് സന്തോഷം. അദ്ദേഹം തിരികെ നടന്ന് ആ വിദ്യാർത്ഥിയുടെ അടുത്തെത്തി. ഈ വിഷയം ബ്രദറിന് ഗ്രഹിക്കാൻ കഴിഞ്ഞോ? അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന് ബ്രദറിന്റെ മുഖം വാടി. അദ്ദേഹം ഖേദത്തോടെ പറഞ്ഞു: ക്ഷമിക്കണം ഫാദർ ഷീൻ, എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല. ചിരിയോടെ ഷീൻ തുറന്നടിച്ചു: അധ്യാപകനായ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലായെങ്കിൽ വേണ്ടേ നിങ്ങൾക്കത് മനസ്സിലാവാൻ? ഫാദർ ഷീന്റെ തുറന്ന സംസാരം വൈദിക വിദ്യാർത്ഥികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അതെ, ഒരുവൻ മാത്രം അവനിലാണ് രക്ഷയുള്ളത്, അത് ഈശോ മാത്രമാണ്. ആ ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.